ഇറാനെ സംബന്ധിച്ച് കേട്ടതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആട്ടോ ഞാൻ ഇന്നലെ രാത്രി കേട്ടത്. അത് നിങ്ങൾ മുൻപേ കേട്ട കാര്യമാണോ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ശരിക്കും അതൊരു നമ്മളെ ഞെട്ടിപ്പിക്കും. കാരണം ഈ ഒരു ആയത്തുള്ള അലി ഖംനേയിനെ അവിടുന്ന് ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ പുറന്തള്ളാൻ, ആ ഒരു റെജീമിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് കൂടെ നിന്ന് സ്വന്തം വലം കൈയായിട്ട് കൂടെ നിന്ന ആളുകളാണ് എന്നുള്ള ചില ന്യൂസുകൾ കറക്റ്റായിട്ട് ഇന്നലെ ഞാൻ കേട്ടു. അത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് കാണാൻ ട്രൈ ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖംനേയിനെ 2026 ജനുവരിയിൽ അവിടെ ഒരു പ്രക്ഷോഭത്തിലൂടെ ആ ഒരു റെജീം മാറ്റി, അല്ലെങ്കിൽ ആ ഒരു ഭരണ സ്ഥാനത്തുനിന്ന് മാറ്റാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ അതിനുള്ള കംപ്ലീറ്റ് ചരട് വലിച്ചതും മൊസാദാണ്, അതല്ലെങ്കിൽ CIA ആണ്, അമേരിക്കയും ഇസ്രായേലുമാണ്. പക്ഷേ അവരേറ്റവും കൂടുതൽ കൂട്ടുന്നില്ല. അവർക്കൊപ്പം നിന്ന് ഇതിനേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഖാംനയുടെ തന്നെ വലം കൈകളായിട്ടുള്ള ഇറാൻ്റെ പരമോന്നത നേതാക്കളിൽ പെടുന്ന 2 പേരാണെന്നുള്ള ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനി, അതുപോലെ തന്നെ മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരീഫ്, ഈ 2 പേരാണ്. അതിൻ്റെ കൂടെ മറ്റ് ചില പുരോഹിതരും IRGCയുമായി അടുത്ത ബന്ധമുള്ള ചില ആൾക്കാരാണ്. ഇവർ ചേർന്ന് ആണ് ഖംനേയിനെ പുറത്താക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയത് എന്നുള്ള ന്യൂസുകളാണ് പുറത്തോട്ട് വരുന്നത്. ഇത് പരാജയപ്പെടാനുള്ള കാരണം അന്നത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന അലി ലാരിജാനിയുടെ പിന്തുണ ഇതിന് ലഭിക്കാത്തത് കൊണ്ടും, ഈ പറഞ്ഞ അലി ലാരിജാനി ഖമേനിയുടെ അത്രയും വിശ്വസ്തനായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ പുള്ളി ഇതിന് കൂട്ടുനിന്നില്ല. പുള്ളിയാണ് ഈ ഒരു ശ്രമം പരാജയപ്പെടുത്തിയത് എന്നുള്ള ന്യൂസുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അലി ലാരിജാനിയുടെ ന്യൂസ് നമ്മളിതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് മുമ്പ് കഴിഞ്ഞ ദിവസം റഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്ത് അവിടുത്തെ പല നേതാക്കളുടെയും സപ്പോർട്ട് ഇറാന് വേണ്ടിയിട്ട് എപ്പോഴും കൂട്ടി കൊണ്ടുവരുന്ന ഒരാൾ തന്നെയാണ് പുള്ളി. ഖംനേയുടെ അത്രയും വിശ്വസ്തനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പുള്ളിയുടെ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ഖംനേയുടെ അതേ വാക്കുകളായിട്ട് തന്നെയാണ് അവിടുത്തെ ഇറാൻ ജനത ഇപ്പം കാണുന്നതും. അപ്പം പുള്ളിയാണ് ഇതിനുള്ള സപ്പോർട്ട് നൽകാതിരുന്നതും, ഗൂഢാലോചന പുറത്താക്കിയത് പുള്ളിയാണെന്നുള്ളതുമാണ് പറയുന്നത്. അതുപോലെ റോഹാനിയെയും സരീഫിനെയും വീട്ടുതടങ്കലിലാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഇത് മുൻപേ എന്ന ന്യൂസ് അല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസാണ്. കാരണം ഞാനിത് എവിടെയും കേട്ടിട്ടില്ല അങ്ങനെ ന്യൂസ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു അപ്ഡേറ്റ് ആയിട്ട് വന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു അട്ടിമറി പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ അലി ലാരിജാനിൻ്റെ സ്വാധീനം വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ജനുവരിക്ക് ഇങ്ങോട്ടാണ് അതായത് ലാരിജാനിയുടെ പേര് കൂടുതലായിട്ട് പുറത്തോട്ട് കേൾക്കുന്നത്. അത് എങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നത്, പുള്ളി ഈ ഒരു ശ്രമം, ഈ ഒരു അട്ടിമറി സാധ്യത ഇല്ലാണ്ടാക്കിയതും ഖംനേയുടെ അത്രയും വിശ്വസ്തനായിട്ട് കൂടെ നിന്ന് ആ ഒരു ഗ്രൂപ്പിന് തന്നെ പുള്ളിയുടെ ഒരു സപ്പോർട്ട് ഒരുപാട് കിട്ടി. അതുകൊണ്ട് തന്നെ പുള്ളിയാണ് ഇപ്പം ഖംനയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ തന്നെ ലാരിജാനിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അത്രയും പുള്ളിക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു നേതാവായിട്ട് ഇപ്പം ഇറാനിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ 1-2 മാസത്തിൻ്റെ ഇടക്ക്. അതിനുള്ള കാരണം പുള്ളി ഈ ഒരു റെജീം ചേഞ്ചിനുള്ള ഇവന്മാരുടെ ഗൂഢപദ്ധതി ഇല്ലാണ്ടാക്കിയത് പുള്ളിയാണെന്നാണ് പറയുന്നത്. ഈ ന്യൂസുകളൊക്കെ പുറത്തോട്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ യുദ്ധത്തിൻ്റെ സന്നാഹങ്ങൾ കൂടുതൽ കൂടി വരികയാണ്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ കുറഞ്ഞ രാത്രികളിൽ ഉണ്ടായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ ചില പുതിയ മിസൈൽ പരീക്ഷണങ്ങളെ പറ്റി വരുന്നുണ്ട്. അതായത് ഹോർമോസ് കടലിൽ ഇറാൻ്റെ കപ്പൽ വിരുദ്ധ മിസൈലുകളായിട്ടുള്ള നൂർ, ഖാദിർ എന്നീ പറഞ്ഞിട്ടുള്ള പുതിയ തരം മിസൈലുകൾ പരീക്ഷിച്ച് വരികയാണ്. പ്രധാനമായും US കപ്പലുകൾ, അല്ലെങ്കിൽ പറഞ്ഞ US-ൻ്റെ അർമഡനെ എയിം ചെയ്തിട്ടുള്ള മിസൈലുകളാണ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു എയിം പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫോക്കസ് പോയിന്റ് ഈ പറഞ്ഞ കപ്പലുകളിലോട്ടാണ് തിരിച്ചു വെച്ചത് എന്നുള്ള ചില ന്യൂസുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇറാൻ്റെ സൈനിക നീക്കങ്ങൾ ഈ മിസൈൽ ലോഞ്ചറുകളെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ RC-135 റിവൻ ജോയിൻറ്റ് ചാരവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള ചില റഡാർ റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ അവസാന നിമിഷത്തോട്ട് US ഇറക്കുന്ന അതായത് ചാരവിമാനങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഇസ്രായേലിലെ ബെൻ ഗുറിയോണിൽ വിമാനത്താവളത്തിൽ US-ൻ്റെ പല റീഫില്ലിംഗ് ടാങ്കർ വിമാനങ്ങൾ പുതുതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ദീർഘദൂര വ്യോമാക്രമണങ്ങൾക്ക് തയ്യാറെടുപ്പിൻ്റെ സൂചനയാണ്. അതായത് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും ഇങ്ങോട്ട് ഫൈറ്റർ ജെറ്റുകൾ വരാൻ വേണ്ടിയിട്ട് അതിന് ഫ്യൂവൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഇത്തരം
ടാങ്കർ വിമാനങ്ങൾ ഇവിടെ ഇസ്രായേലിലോട്ട് എത്തിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, പല സ്ഥലങ്ങൾ, ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങൾ അവിടുത്തെ വിദേശകാര്യ വക്താക്കൾ എത്രയും പെട്ടെന്ന് ഇറാൻ വിട്ട് അവിടുത്തെ ഇന്ത്യൻ പൗരന്മാരോണ്ട് മറ്റ് പല സ്ഥലങ്ങളിലെ വിദേശകാര്യ വക്താക്കൾ അവിടുത്തെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ഇറാൻ വിടാനുള്ള എമർജൻസി ഒഴിപ്പിക്കൽ നോട്ടീസുകൾ, അതായത് കിട്ടുന്ന വാഹനങ്ങൾ, അതായത് നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്നല്ല ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇറാനിൽ നിന്ന് മാറാൻ പറ്റുക ആ രീതിയിലുള്ള ഒഴിപ്പിക്കൽ എത്രയും പെട്ടെന്ന് വേണം എന്നുള്ള ചില തീരുമാനങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ട്. എംബസിയുടെ ഒഴിപ്പിക്കൽ, ലെബനിലെ ബെയ്റൂട്ടിലുള്ള US എംബസിയിൽ നിന്നും അത്യാവശ്യമല്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരോടും കുടുംബാംഗങ്ങളോടും മടങ്ങാൻ വേണ്ടിയിട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ അസാധാരണമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള യുദ്ധസന്നാഹങ്ങൾ ഇപ്പം നാളെ കഴിഞ്ഞ മറ്റന്നാൾ ഇപ്പം ഇത് വരും, അതായത് 3ാം ഘട്ട ചർച്ച വരുന്നുണ്ട്. ഞാൻ ചർച്ച വരെ പോകുമല്ല, അതിൻ്റെ മുമ്പ് തന്നെ അമേരിക്ക അടിക്കാൻ വേണ്ടി നിൽക്കുകയാണോ, അല്ലെ ഇസ്രായേൽ പറഞ്ഞത് കേട്ട് താളം തുള്ളാൻ നിൽക്കുകയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ചർച്ചയുടെ അപ്പുറത്തോട്ട് ഇനി ഒരു ചർച്ച ഉണ്ടാവും എന്നും തോന്നുന്നില്ല. കാരണം ആ ചർച്ചയിൽ ഓൾറെഡി ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന പോയിന്റുകളൊക്കെ, ഡ്രാഫ്റ്റഡ് പോയിന്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തോട്ടൊരു ചർച്ച ഒന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ ആ ഒരൊറ്റ ദിവസത്തിലെ ചർച്ചയോട് കാര്യങ്ങൾ തീരും. ഇനിയൊരു ഘട്ട ചർച്ച എന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ആർക്കും തോന്നുന്നില്ല. നമ്മൾ ന്യൂസ് കാണുന്നതും ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം യുദ്ധം ഇല്ലാണ്ടിരിക്കട്ടെ, പറഞ്ഞ എല്ലാ സന്നാഹങ്ങളും അവർ ചെയ്യട്ടെ, പക്ഷേ യുദ്ധം ഇല്ലാണ്ടിരിക്കട്ടെ. ഇനി യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നു എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും അതൊരു പണിയാണെന്ന് നമുക്ക് എല്ലാവർക്കും വരാം. അപ്പം അടുത്ത പുതിയ ഏതെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ, ഇനി ഈ ഞാനീ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു അപ്ഡേറ്റ് നിങ്ങൾ കേട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇത് മുമ്പ് ന്യൂസ് വന്നിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് മുമ്പേ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ലിങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ന്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കതൊന്ന് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.